ഒരു വർഷത്തിനിടെ സംസ്ഥാനത്ത് മുങ്ങി മരിച്ചത് 1000-ലേറെ പേർ. ജില്ലയിൽ കഴിഞ്ഞ വർഷം മുങ്ങി മരിച്ചത് 70ഓളം പേർ. നീന്തൽ അറിയുന്നവരും അറിയാത്തവരും മുതിർന്നവരും സ്ത്രീകളും സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളടക്കം നിരവധി പേരാണ് ഒരു വർഷത്തിനിടെ മുങ്ങി മരിച്ചത്. ഒരു ദിവസം ശരാശരി 300-ലേറെ പേർ സംസ്ഥാനത്ത് മുങ്ങി മരിക്കുന്നുണ്ടെന്നാണ് കണക്ക്. നീന്തൽ അറിയാത്ത ആരോഗ്യമുള്ള ഒരാൾ വെള്ളക്കെട്ടിൽ വീണാൽ 3 മിനിറ്റിനുള്ളിൽ രക്ഷിച്ചില്ലെങ്കിൽ മരിച്ചേക്കുമെന്ന് വിദഗ്ധർ പറയുന്നു. രക്ഷപ്പെടുത്തൽ ഏറെ സാഹസികവും രക്ഷിക്കാനിറങ്ങുന്നവരുടെ ജീവനും അപകടത്തിൽപ്പെടാം. നീന്തലറിയുക, സുരക്ഷാ ക്രമീകരണങ്ങളോടെ വെള്ളത്തിലിറങ്ങുക എന്നിവ മാത്രമാണ് പോംവഴി. ജില്ലയിലെ വിവിധ ഫയർ സ്റ്റേഷനുകളിലെ കഴിഞ്ഞ ഒരു വർഷത്തെ കണക്കനുസരിച്ച് 70ഓളം പേരാണ് വെള്ളത്തിൽ വീണ് മരിച്ചത്. 2021-ലാണ് ജില്ലയിൽ ഏറ്റവും കൂടുതൽ പേർ മുങ്ങി മരിച്ചത്. ജനുവരി മുതൽ ഒക്ടോബർ വരെയുള്ള കണക്കനുസരിച്ച് 101 പേർ മുങ്ങി മരിച്ചു. ഏറെയും വിദ്യാർത്ഥികളും 30 വയസ്സിൽ താഴെയുള്ളവരുമാണ്. വെള്ളത്തിൽ വീണുള്ള മുങ്ങിമരണങ്ങൾ ഒഴിവാക്കാൻ മുൻകരുതൽ ആവശ്യമാണെന്ന് അഗ്നിശമന സേനാ വിഭാഗം ഉദ്യോഗസ്ഥർ പറയുന്നു. നീന്തൽ അറിയാമെങ്കിലും പരിചയമില്ലാത്ത ജലാശയങ്ങളിൽ ഇറങ്ങരുത്. നീന്തൽ അറിയില്ലെങ്കിൽ വെള്ളത്തിലിറങ്ങരുത്. ജലയാന യാത്രയിൽ ലൈഫ് ജാക്കറ്റുകൾ ധരിക്കണം. സുരക്ഷിതമല്ലാത്ത സാഹചര്യങ്ങളിൽ ജലാശയങ്ങളിൽ ഇറങ്ങരുത്. മുന്നറിയിപ്പുകൾ അവഗണിക്കരുത്. ജലാശയങ്ങളുടെ അരികിൽ താമസിക്കുന്നവർ കുട്ടികൾ അവിടേക്ക് പോകാതെ ശ്രദ്ധിക്കണം. ആഘോഷങ്ങൾ അതിരുവിടരുത്. ലഹരി ഉപയോഗിച്ച് ജലാശയങ്ങളിൽ ഇറങ്ങരുത്. സുഹൃത്തുക്കളുടെ മുന്നിൽ ധീരത കാണിക്കാനുള്ള ശ്രമങ്ങൾ വേണ്ട. ആഴം കുറവാണെന്ന് ധരിച്ച് ഇറങ്ങുന്ന ജലാശയങ്ങൾ മരണക്കെണിയായേക്കാമെന്നും അഗ്നിശമന സേനാ വിഭാഗം ഉദ്യോഗസ്ഥർ നൽകുന്ന നിർദ്ദേശങ്ങളിൽ പറയുന്നു. ന്യൂസ് ഡെസ്ക് TCV.